Dear students, today we are discussing about digital marketing models. Mainly, there are 5 digital marketing models. They are business to business, business to consumer, consumer to consumer, business to government, and business to employee. These are the 5 digital marketing model. There are many different type of digital marketing with different relationship existing with each other. In the first model, there is a relationship between business to business. In the second model, there is a relationship between business and consumer. Okay. In the third one, consumer to consumer and consumer, and the fourth one, business and government, and the fifth one, business and employee. Then the first model is business to business. Business to business digital marketing is conducted between two separate business. Digital marketing plays an important role in enhancing and transforming relationship between and among business. ബിസിനസ് ഓർഗനൈസേഷൻ തമ്മിലുള്ള ആ ഒരു ട്രാൻസാക്ഷനെ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ICTയുടെ സഹായത്തോടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആ ഒരു മോഡലിനെയാണ് നമ്മൾ ബിസിനസ് ടു ബിസിനസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ മറ്റൊരു ബിസിനസ് ഓർഗനൈസേഷനുമായിട്ട് എന്ത് നടത്തുന്നു? ട്രാൻസാക്ഷൻ നടത്തുന്നു ത്രൂ ഓൺലൈൻ. B2B marketing refers to any marketing strategy or content that is geared towards a business or organization. ഒരു ഓർഗനൈസേഷൻ മറ്റൊരു ഓർഗനൈസേഷനുമായിട്ട് എന്ത് എക്സ്ചേഞ്ച് ചെയ്യുന്നു? അവരുടെ കണ്ടന്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബിസിനസ് ടു ബിസിനസ് എന്ന് പറയുന്നത്. എനി കമ്പനി ദാറ്റ് സെൽ പ്രോഡക്ട്സ് ഓർ സർവീസ് ടു അതർ ബിസിനസ്, നോട്ട് ടു എ കൺസ്യൂമർ. ഒരു കൺസ്യൂമറിനല്ല, മറ്റൊരു ബിസിനസ്സിന് വേറൊരു ബിസിനസ് ഓർഗനൈസേഷൻ അവരുടെ പ്രോഡക്റ്റോ സർവീസസോ സെയിൽ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന മോഡൽ എന്ന് പറയുന്നത്. ബിസിനസ് ടു ബിസിനസ് ഈസ് ദ സെയിൽ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് പ്രോഡക്റ്റ് ആൻഡ് സർവീസ് ബിറ്റ്വീൻ ബിസിനസ് ഓർഗനൈസേഷൻ. എ കമ്പനി ദാറ്റ് മാനുഫാക്ചേഴ്സ് ബൈസൈക്കിൾ മേ യൂസ് ദി ഇൻ്റർനെറ്റ് ടു പർച്ചേസ് ടയർ ഫ്രം ദെയർ സപ്ലയർ. അതായത് സൈക്കിൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനി അവരുടെ ടയർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യാം? ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ടയർ സപ്ലൈ ചെയ്യുന്നത് വേറൊരു ബിസിനസ് ഓർഗനൈസേഷനാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ബിസിനസ് ടു ബിസിനസ് എന്ന് പറയുന്നത്. അതായത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടി രണ്ട് ബിസിനസ് ഓർഗനൈസേഷൻ തമ്മിൽ എന്ത് നടത്തുന്നു? സെയിൽ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് പ്രോഡക്റ്റ് ആൻഡ് സർവീസ് കണ്ടക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബിസിനസ് ടു ബിസിനസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബെനിഫിറ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റിമൂവൽ ഓഫ് ജിയോഗ്രഫിക്കൽ ബാരിയേഴ്സ്. എത്ര ദൂരെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. എലിമിനേറ്റിംഗ് അൺനെസസറി ഇൻവെൻ്ററി. അതായത് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡൊക്കെ നമുക്കറിയാം, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്ത് നമുക്ക് ആവശ്യമായ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ത് ചെയ്യാവുന്നതാണ്? കളക്ട് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് ഇൻവെൻ്ററി ഒന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ദെൻ പ്രൊമോട്ട്സ് ഇൻഫോർമേഷൻ ഫ്ലോ. വളരെ പെട്ടെന്ന് രണ്ട് ബിസിനസ് ഓർഗനൈസേഷൻ തമ്മിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കും. റെഡ്യൂസ്ഡ് ഓർഡർ പ്രോസസ്സിംഗ് കോസ്റ്റ്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രോസസ്സിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? വളരെ കുറവായിരിക്കും. അതാണ് ബിസിനസ് ടു ബിസിനസ്സിൻ്റെ ആ മോഡലിൻ്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, ബിസിനസ് ടു കൺസ്യൂമർ. Business to consumer digital marketing consists of the sale of product or services from a business to the general public. അതായത് കൺസ്യൂമേഴ്സിന്, ജനറൽ പബ്ലിക്കിന് ഗുഡ്സ് ആൻഡ് സർവീസസ് ഡയറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബിസിനസ് ടു കൺസ്യൂമർ എന്ന് പറയുന്നത്. പ്രോഡക്ട്സ് ക്യാൻ ബി എനിത്തിങ് ഫ്രം ക്ലോത്തിങ് ടു ഫ്ലവർ, ആൻഡ് the product can also be intangible products such as online banking, stock trading, etc. ഏത് പ്രോഡക്റ്റ് ആവാം, അതൊന്നില്ലെങ്കിൽ ടാഞ്ചിബിൾ ആവാം, അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ കൺസ്യൂമേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് എന്ത് നടത്തുന്നു? എക്സ്ചേഞ്ച് നടത്തുന്നു, പ്രോഡക്റ്റ് സർവീസ് എക്സ്ചേഞ്ച് നടക്കുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റർനെറ്റ്. ദെൻ ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ബിറ്റ്വീൻ എ ബിസിനസ് ആൻഡ് റിറ്റെയിൽ കൺസ്യൂമർ. റിറ്റെയിൽ കൺസ്യൂമറും ബിസിനസ്സും തമ്മിലാണ് എന്ത് നടത്തുന്നത്? ഇവിടെ ഒരു ട്രാൻസാക്ഷൻ നടത്തുന്നത്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കൂ. ലോവർ മാർക്കറ്റിംഗ് കോസ്റ്റ്. ദെൻ ഇവിടെ ഒരു എക്സ്പെൻസസ് റിലേറ്റിംഗ് ടു മാർക്കറ്റിംഗ് ഈസ് കമ്പാരിറ്റീവ്ലി ലെസ്.
ദെൻ കാരണം ഇവിടെ നമ്മൾ ഇലക്ട്രോണിക് മീഡിയ ആണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ദെൻ ലോവർ ഓർഡർ പ്രോസസ്സിംഗ് കോസ്റ്റ്. ദെൻ ഇവിടെയും ആ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓർഡർ ചെയ്യുന്ന അതിൻ്റെ ഒരു കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ദെൻ ബെറ്റർ കസ്റ്റമർ സർവീസസ്. ദെൻ കസ്റ്റമർ ക്യാൻ വിസിറ്റ് ദ വെബ്സൈറ്റ് അറ്റ് എനി ടൈം. ഏത് സമയത്ത് വേണമെങ്കിലും വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. ആൻഡ് the business organization can provide the services at the proper time. Proper ടൈമിൽ സർവീസസ് എന്ത് ചെയ്യാൻ സാധിക്കും, പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ദെൻ ലോവർ കസ്റ്റമർ സപ്പോർട്ട് കോസ്റ്റ്. കസ്റ്റമർ ക്യാൻ റെഫർ ദി വെബ്സൈറ്റ് ഫോർ ബേസിക് ക്വസ്റ്റ്യൻ ആൻഡ് ഡൗട്ട്സ്. സോ ദാറ്റ് നമ്പർ ഓഫ് കസ്റ്റമർ സർവീസ് സ്റ്റാഫ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. ഈ വെബ്സൈറ്റിലൂടെ തന്നെ നമുക്ക് കസ്റ്റമറിൻ്റെ മിക്ക ക്വറീസിനും എന്ത് കൊടുക്കാവുന്നതാണ്, ആൻസർ കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റമർ സർവീസ് സ്റ്റാഫിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കുറയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ കസ്റ്റമർ സപ്പോർട്ടിന് വരുന്ന ആ കോസ്റ്റ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സംബന്ധിച്ചിടത്തോളം റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ദെൻ വൈഡ് മാർക്കറ്റ്. ദ വെബ്സൈറ്റ് ഈസ് ഓപ്പൺ ആൻഡ് ആക്സസബിൾ അറ്റ് എനി ടൈം ഓൺ എനി ഡേ ദാറ്റ് റീച്ചസ് കസ്റ്റമേഴ്സ് ഓൾ ഓവർ ദ വേൾഡ്. ലോകം മുഴുവനുള്ള കസ്റ്റമേഴ്സിനെയും നമുക്ക് നമ്മുടെ ബിസിനസ്സിന് ഈ ഒരു ICTയുടെ സഹായത്തോടെ എന്ത് ചെയ്യാൻ സാധിക്കും, ആക്സസ് ചെയ്യാൻ സാധിക്കും. ദീസ് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ബിസിനസ് ടു കൺസ്യൂമർ. ദെൻ തേർഡ് വൺ, കൺസ്യൂമർ ടു കൺസ്യൂമർ. കൺസ്യൂമർ ടു കൺസ്യൂമർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് യൂസിങ് ദ ഇൻ്റർനെറ്റ് ടു സെൽ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ഡയറക്റ്റ്ലി ടു അതർ ഇൻഡിവിജ്വൽസ്. അതായത് ഒരു കസ്റ്റമർ മറ്റൊരു കസ്റ്റമറിന് നമ്മുടെ പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു, ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടി സെയിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺസ്യൂമർ ടു കൺസ്യൂമർ എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സൈറ്റുകളൊക്കെയാണ് eBay, OLX പോലെയുള്ള ഓപ്ഷൻ സൈറ്റുകൾ. അതായത് ഇപ്പോൾ നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ട്, നമ്മളൊരു ബിസിനസ്മാൻ ഒന്നുമല്ല, നമ്മുടെ ഒരു പ്രോഡക്റ്റ് വിൽക്കാനുണ്ടെങ്കിൽ നമ്മൾ ഈ eBay പോലെയുള്ള സൈറ്റുകളിൽ അത് ഇടുന്നു. ആ സൈറ്റിൽ ഇട്ട് കഴിഞ്ഞിട്ട് അത് വേറൊരു ആവശ്യക്കാരൻ വരുമ്പോൾ ആവശ്യക്കാരന് നമ്മളത് എന്ത് ചെയ്യുന്നു, കൈമാറും. അതിനെയാണ് നമ്മൾ കൺസ്യൂമർ ടു കൺസ്യൂമർ എന്ന് പറയുന്നത്. ദെൻ ഇവിടെ eBayയിൽ എന്താ ചെയ്യുന്നത്, ഒരു വ്യക്തി വിൽക്കാനുള്ള ഒരു പ്രോഡക്റ്റ് കസ്റ്റമർ പ്ലാൻസ് ടു സെൽ ഹിസ് പ്രോഡക്റ്റ് ടു അതർ കസ്റ്റമർ ഓൺ ദി വെബ്സൈറ്റ് ഓഫ് eBay. ഹി ഫസ്റ്റ് നീഡ് ടു ഇൻറ്ററാക്ട് വിത്ത് ആൻ eBay സൈറ്റ്. eBay സൈറ്റിലൊരു അക്കൗണ്ട് ഉണ്ടാക്കുന്നു. ദെൻ അദ്ദേഹത്തിന് വിൽക്കാനുള്ള പ്രോഡക്റ്റിൽ അത് എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്യുന്നു. ദെൻ ബയർ അത് വാങ്ങിക്കഴിയുമ്പോൾ അവർ ഡയറക്റ്റായിട്ട് ഡീലിംഗ് നടത്തിക്കൊണ്ട് എന്ത് നടത്തുന്നു, ആ ഒരു ട്രാൻസാക്ഷൻ നടത്തുന്നു. അപ്പോൾ ഇവിടെ കൺസ്യൂമർ ടു കൺസ്യൂമർ ആണ്, അവിടെ ഒരു മിഡിൽ മാൻ ഇല്ല. ആ ഒരു മിഡിൽ മാനിനെ അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് അവിടെ എന്ത് നടത്തുന്നത്, ട്രാൻസാക്ഷൻ നടത്തുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ബിസിനസ് ടു ഗവൺമെൻറ്. ബിസിനസ് ടു ഗവൺമെൻറ് സ്റ്റാൻഡ് ഫോർ the supply of goods and services for online government procurement, or it refers to the supply of goods and services to government. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർക്ക് സപ്ലൈ ചെയ്യുന്നു, ഗവൺമെൻറ്റിന് സപ്ലൈ ചെയ്യുന്നു. ദെൻ B2G ആക്ടിവിറ്റീസ് ആർ ഇൻക്രീസിംഗ്ലി ബീയിങ് കണ്ടക്റ്റഡ് ത്രൂ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. Then B2G is also referred to as public sector marketing. പബ്ലിക് സെക്ടർ മാർക്കറ്റിങ്ങും ഏതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്ന B2G മോഡലാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. Then one of the main B2G activity is paying government taxes and fees online such as vehicle tax, property tax, income tax, etc. അതായത് നമ്മൾ ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള ടാക്സുകളൊക്കെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാവുന്നതാണ്, ഓൺലൈനായിട്ട് കൊടുക്കാവുന്നതാണ്. അതും ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, ബിസിനസ് ടു ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതായത് നമ്മുടെ ഗവൺമെൻറ് ഒരു ബിസിനസ് ഓർഗനൈസേഷന് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊക്വയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു ടാക്സ് കൊടുക്കുന്നു, അത് ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, ബിസിനസ് ടു ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ, ബിസിനസ് ടു എംപ്ലോയി. Business to employee refers to the digital marketing which utilize the intra-business network that allows the companies to render service and also at this time products to their own employees. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അവരുടെ ഇൻറ്റേർണൽ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ എംപ്ലോയീസിന് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടി എംപ്ലോയീസിന് വേണ്ട എല്ലാ സർവീസസും പ്രോഡക്റ്റ്സും സപ്പോർട്ട്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബിസിനസ് ടു എംപ്ലോയി എന്ന് പറയുന്നത്. ദെൻ
ഇവിടെ എന്താണ് ഒരു മിക്ക കോർപ്പറേറ്റ് ബിസിനസ്സുകളും ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് B2E നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് ICTയുടെ സഹായത്തോടുകൂടി ബിസിനസ് ഓർഗനൈസേഷൻ അവിടുത്തെ എംപ്ലോയീസിന് എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. ഇത് ഏതൊക്കെയാണ് വരുന്നത്? ഓൺലൈൻ ഇൻഷുറൻസ് പോളിസി മാനേജ്മെൻറ്റ്, കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് ഡിസെമിനേഷൻ, എന്തെങ്കിലുമൊക്കെ അനൗൺസ്മെൻ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുന്നു, എംപ്ലോയീസിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഓൺലൈൻ സപ്ലൈ റിക്വസിറ്റ്സ്, സപ്ലൈഡ് അതായത് ഒരു ഓർഗനൈസേഷനിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റിന് എന്ത് കൊടുക്കുന്നു, സപ്ലൈ റിക്വസിറ്റ് കൊടുക്കുന്നു. സ്പെഷ്യൽ എംപ്ലോയീസ് ഓഫേഴ്സ്, എംപ്ലോയീസിനായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫറുകളൊക്കെ നമ്മൾ ഏതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു, ഈ ഒരു ICTയുടെ സഹായത്തോടെ എംപ്ലോയീസിന് എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഒന്നുമില്ല, ഇവിടെ ബിസിനസ് ഓർഗനൈസേഷൻ എംപ്ലോയീസിന് വേണ്ട എല്ലാ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നത് ICTയുടെ സഹായത്തോടെയാണ്. അതിന് നമ്മൾ ബിസിനസ് ടു എംപ്ലോയി മോഡൽ എന്ന് പറയുന്നത്. These are the 5 model of digital marketing. Okay, thank you.